ഹായ് ഫ്രണ്ട്സ്, വാനില കപ്പ് കേക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് പരിചയപ്പെടാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയും പഞ്ചസാരയും മൈദയും ബട്ടറും ഫ്രഷ് മിൽക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ വാനില പൗഡറും, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കപ്പ് കേക്ക്, നല്ല സോഫ്റ്റ് കപ്പ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ള 2 മുട്ട. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് മുട്ട മാത്രം ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 150 ഗ്രാം പഞ്ചസാര. ഞാനിതിപ്പോൾ ഒരു 10 കപ്പ് കേക്കിനുള്ള ഒരു ചെറിയ റെസിപ്പി എടുത്തേക്കുന്നത്. 150 ഗ്രാം പഞ്ചസാര മുട്ടയ്ക്കകത്തിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ മുട്ടയുടെ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് വാനിലയുടെ പൗഡർ, വാനിലയുടെ എസൻസ് ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് അത് ശരിക്കും മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തെ ആ ഷുഗർ ഒരു 70% അലിയത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയുടെ കൂടെ തന്നെ ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും മൈദയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആകത്തക്ക രീതി ശരിക്കും നമ്മൾ ഇളക്കിയെടുക്കണം. മൈദയ്ക്കകത്തോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിപ്പോൾ മൈദയ്ക്കകത്തോട്ട് ചേർത്തിരിക്കുന്നത്. മൈദ 140 ഗ്രാം മൈദയ്ക്കകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് മതി. അതായത് ബേക്കിംഗ് സോഡ നല്ല പവറുള്ള സാധനമാണ്. അത് നന്നായിട്ട് ഇളക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആ മൈദയുടെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ചെല്ലണം, എങ്കിലേ നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആകത്തുള്ളൂ. മുട്ടയും പഞ്ചസാരയും കൂടെ പതപ്പിച്ച് വെച്ചതിൻ്റെ അകത്തോട്ട് ഫ്രഷ് മിൽക്ക്, അതായത് ഫ്രഷ് മിൽക്ക് ആണ് ചേർക്കേണ്ടത്. ഫ്രഷ് മിൽക്ക് 140 ഗ്രാം ഫ്രഷ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ ചേർക്കണം. മൈദയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് മൈദ കെട്ടാതെ നന്നായിട്ടത് ആ ബാറ്റർ നന്നായിട്ട് ഇളക്കിയെടുത്ത് ശരിക്കും മിക്സ് ആയതിന് ശേഷമേ അതിൻ്റെ അകത്തോട്ട് മെൽറ്റഡ് ബട്ടറാണ്, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുകയാണ് ബട്ടർ, ആ ബട്ടർ ചേർക്കാവും. അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ബട്ടർ 60 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ റെസിപ്പി ഒന്നുകൂടെ പറയാം. 2 മീഡിയം മുട്ട, 180 ഗ്രാം പഞ്ചസാര, വാനില പൗഡർ ലേശം, 140 ഗ്രാം മൈദ, 140 ഗ്രാം ഫ്രഷ് മിൽക്ക്, 60 ഗ്രാം ബട്ടർ, ഉരുകിയ ബട്ടർ. എന്നിട്ട് ഞാൻ കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്കൂപ്പർ ഉണ്ടെങ്കിൽ സ്കൂപ്പർ വെച്ചിട്ട് ഒഴിക്കാം.
അപ്പോൾ ഒരേ അളവിൽ തന്നെ എല്ലാം കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്കൂപ്പറില്ല, അതുകൊണ്ട് ഞാൻ കപ്പിൽ തന്നെ എടുത്തിട്ട് ഏകദേശം വെച്ച് ഒഴിക്കുകയാണ്. ഇത് ഒരു 190 ഡിഗ്രി ചൂടിൽ 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ കപ്പ് കേക്ക് കിട്ടുന്നതാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ്. കറക്റ്റ് 10 കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 190 ഡിഗ്രി ചൂടിൽ 15 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടർ ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ. ഞാനിപ്പം ബട്ടർ ഫ്രോസ്റ്റിംഗ് വെച്ച് ടോഫി ഫ്ലേവറും സ്ട്രോബെറി ഫ്ലേവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.